തമിഴ്നാട്ടിലെ സേലം ഡിസ്ട്രിക്റ്റിൽ സേലം സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ട്. നമ്മളെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുഫാക്ചേഴ്സ് ആണോ അവർ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരുപാടധികം റെസിഡൻഷ്യൽ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഏരിയയാണ് നല്ലംപെട്ടി. അവിടെ ഒരു വാടക വീട്ടിലായിരുന്നു വർഷിണി അതേപോലെ തന്നെ അക്ഷയ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ താമസിച്ചിരുന്നത്. 22 വയസ്സായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും പ്രായം. അവിടെ അടുത്തുള്ളൊരു സിദ്ധ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളായിരുന്നു അവർ രണ്ടുപേരും. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 7, 2026 ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു അക്ഷയ രാവിലെ തന്നെ തൻ്റെ വീടിൻ്റെ അവിടോട്ട് എത്തിയതായിരുന്നു. അതായത് ഒരു വാടക വീടിൻ്റെ അവിടോട്ട് അവരെത്തി നോക്കുന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ വർഷിണി കോളേജിലോട്ട് പോയോ എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ സംശയം. സാധാരണഗതിയിൽ തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാറുള്ളതായിരുന്നു. ഇന്നിപ്പോഴാണെന്നുണ്ടെങ്കിൽ സമയമായിട്ടില്ല, ഇത്രയും പെട്ടെന്ന് തന്നെ വർഷിണി എന്തിനാണ് കോളേജിലോട്ട് പോയത് എന്നുള്ളൊരു സംശയത്തോട് കൂടിയിട്ട് അവരുടെ കയ്യിലും വേറൊരു കീ ഉണ്ടായിരുന്നു. ആ ഒരു കീ യൂസ് ചെയ്ത് കയറി ഡോറ് തുറന്നിട്ട് അവർ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറി നേരെ റൂമിലോട്ട് എത്തി നോക്കിയപ്പോഴാണ് വർഷിണി ആ ഒരു ബെഡിൽ കിടക്കുന്ന കാഴ്ച അവർ കാണുന്നത്. അപ്പോൾ തന്നെ അവരൊന്ന് പാനിക്കാവാണ്. കാരണം ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. വർഷിണിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ ഓടി ചെന്ന് വർഷിണിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ എത്ര വിളിച്ചിട്ടും വർഷിണി എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ദേഹത്ത് തൊട്ട് നോക്കിയപ്പോൾ ആകപ്പാടെ തണുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ പൾസ് നോക്കി, പൾസില്ല. മൂക്കിൻ്റെ അവിടെ കൈവച്ച് നോക്കി, അപ്പോൾ ശ്വാസം എടുക്കുന്നുമില്ല. അപ്പോൾ ഞെട്ടലോട് കൂടിയിട്ട് അക്ഷയ ആ ഒരു സത്യം മനസ്സിലാവുകയാണ്. വർഷിണി ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അവർ തൻ്റെ ഫോൺ എടുത്തുകഴിഞ്ഞിട്ട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ തന്നെ അങ്ങോട്ടെത്തുകയും ചെയ്തു. പോലീസിൻ്റെ പിന്നാലെ ഫോറൻസിക് ടീമും മറ്റും അങ്ങോട്ടെത്തി അവർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വർഷിണിക്ക് എന്താണ് സംഭവിച്ചത്? അവർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു മരണം സംഭവിച്ചതാണോ, അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവരെ കൊലപ്പെടുത്തിയതാണോ? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ ഈ ഒരു വർഷിണിയെക്കുറിച്ച് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. തിരുനെൽവേലിയായിരുന്നു അവരുടെ സ്വദേശം. വരദരാജൻ എന്നായിരുന്നു കേട്ടോ അവരുടെ അച്ഛൻ്റെ പേര്. 52 വയസ്സായിരുന്നു ആളുടെ പ്രായം. അമ്മയുടെ പേര് ഉഷ എന്നായിരുന്നു. 43 വയസ്സായിരുന്നു ആളുടെ പ്രായം. അപ്പോൾ ഇവരുടെ അച്ഛനായിട്ടുള്ള വരദരാജന് തിരുനെൽവേലിയിൽ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫൈനാൻഷ്യലി വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഫാമിലിയാണ്. പിന്നെ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് അവിടെ ഒരു സിദ്ധ മെഡിക്കൽ കോളേജിലായിരുന്നു ഈ ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ആ ഒരു വീട്ടിൽ തന്നെയായിരുന്നു അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവർക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ സുഹൃത്തായിട്ടുള്ള അക്ഷയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് മോഷണ ശ്രമത്തിൻ്റെ ഇടയിൽ നടന്നൊരു കൊലപാതകമല്ല എന്നുള്ളത് പോലീസിന് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് ആകപ്പാടം മിസ്സായിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർഷിണിയുടെ മൊബൈൽ ഫോൺ മാത്രമായിരുന്നു. അങ്ങനെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അതേപോലെ തന്നെ വർഷിണിയുടെ വീട്ടിലും പോലീസുകാർ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ടീം ഓഫ് പോലീസുകാർ അവിടുത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ടീമും ആ ഒരു കേസിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോലീസിന് ഒരു കാര്യം തീർച്ചയായിരുന്നു, ജസ്റ്റ് വർഷിണിയെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നിട്ടുണ്ടാകണം ആ ഒരു കില്ലറുടെ ലക്ഷ്യം. അതേപോലെ തന്നെ അവരുടെ ഫോണിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം ഈ ഒരു കില്ലറിനെ ബാധിക്കുന്ന. അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു ഫോൺ മാത്രം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായത്. ഈ ഒരു സൈബർ സെക്യൂരിറ്റി ടീം അതേപോലെ തന്നെ അവരുടെ ഗൂഗിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരുപാടധികം ഫോട്ടോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ ഇവരും വേറൊരാളുമായിട്ട് വളരെ വലിയൊരു പ്രണയത്തിലായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ശക്തിവേൽ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആളും തിരുനെൽവേലി സ്വദേശിയാണ്. ആളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ആൾക്ക് ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. ഈ ഒരു വർഷണിക്കാണെന്നുണ്ടെങ്കിൽ 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ ശക്തിവേലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അയാളാണ് ഈ ഒരു മേഡറിൻ്റെ പിന്നിൽ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടാവുകയാണ്. പിന്നെ ഈ ഒരു ശക്തിവേലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ തൈക്കൊണ്ടോ പരിപാടി ഉണ്ടല്ലോ, ഒരു മാർഷൽ ആർട്സ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടർ ആയിരുന്നു ആൾ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 വയസ്സൊന്നും തോന്നിക്കില്ല കേട്ടോ ആളെ. അതേപോലെ തന്നെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം വരെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് ഇവരുടെ താലിയോ കെട്ടിയതും അതേപോലുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ശക്തിവേലിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. നേരെ തന്നെ തിരുനെൽവേലിയിലെത്തി ഈ ഒരു ശക്തിവേലിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. വർഷിണി മരിച്ച വിവരം അറിഞ്ഞിട്ട് ആളാകപ്പാടെ ഷോക്കായി പോവാണ്. ആൾ പറഞ്ഞു താനും വർഷിണിയും തമ്മിൽ 1-2-3 വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. അതുള്ള കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള എന്താ പറയുക ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് വരെ വർഷിണിയുടെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു ഇത്. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ആരാണ് അവളെ കൊലപ്പെടുത്തിയതെന്നുള്ളത് എനിക്കറിയണം. എന്താണെന്നുണ്ടെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ പറയുന്നുണ്ടായിരുന്നത്.
പിന്നെ ആൾ കൂട്ടിച്ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും മേ ബി എനിക്ക് ഇത്ര ഏജ് ഉണ്ട്, അവൾക്ക് അത്രയും ഏജ് ഉള്ളൂ, അപ്പം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയം വേറെ തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് ഞാൻ കടന്നത്. അതിനുശേഷം എൻ്റെ ലൈഫിന് അവളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ഒരേ ഒരു ഐഡിയ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവളുടെ ഈ ഒരു മരണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവളുടെ വീട്ടുകാരെ തന്നെയാണ്. ഇവളുടെ വീട്ടുകാരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടുന്നുള്ള തരത്തിലായിരുന്നു ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജാനുവരി 7-ാം തീയതിയും 6-ാം തീയതിയൊക്കെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്, ആളെവിടെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുത്തതായിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ജസ്റ്റ് പറഞ്ഞെന്ന് വിചാരിച്ച ആൾ കൊലപാതകയാവാതിരിക്കണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ആളുടെ അലബയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ആൾ തിരുനെൽവേലി വിട്ട് പുറത്തോട്ടൊന്നും ആ ഒരു സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് ആ സമയത്ത് ആൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ക്ലാസ്സിലൊക്കെ ആൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ആ ഒരു നാട് വിട്ട് പോയിട്ടില്ല. അപ്പോൾ ആളല്ല ആ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെന്നുള്ളതിന് പോലീസിന് ഉറപ്പ് ലഭിക്കുകയാണ്. അപ്പം അതിനുശേഷം ഇപ്പോൾ പോലീസുകാർക്ക് അറിയേണ്ടത് വർഷിണിയുടെ പാരൻസ് തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതായിരുന്നു. അങ്ങനെ വർഷിണിയുടെ കാമുകനായിട്ടുള്ള ശക്തിവേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ തന്നെ ഈ ഒരു വർഷിണിയുടെ വീട്ടിലോട്ട് പോലീസുകാർ എത്തുകയാണ്. ആ സമയത്ത് അവിടെ അവരുടെ അമ്മയായിട്ടുള്ള ഉഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനായിട്ടുള്ള വരദരാജൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ വരദരാജൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആളെ കാണാനില്ല, ആളെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല, ഫോണിൽ വിളിക്കുകയെന്നുണ്ടെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട്, ആളോട്ട് കോൾ എടുക്കുന്നില്ല, എങ്ങോട്ടാണ് പോയത്, എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ഉഷ മറുപടി പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ വർഷിണി മരിച്ച വിവരം ഇൻഫോം ചെയ്തപ്പോഴത്തേനും ഇവരാകപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ റിലേറ്റീവ്സിനെയും കൂട്ടിങ്ങി ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നേരെ തന്നെ സേലത്തോട്ട് എത്തുകയാണ്. എന്നിട്ട് ആ ഒരു ബോഡി വർഷിണിയുടേത് തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയായിരുന്നു. അവർക്കത് താങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. മകളുടെ ആ ഒരു മൃതദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ സമയം കഴിഞ്ഞിട്ടും ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഈ ഒരു വരദരാജൻ എവിടെ, ആൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് ആ സമയത്ത് സാധിച്ചില്ല. അങ്ങനെ പോലീസിന്റെ മുഴുവൻ സംശയം വരദരാജന്റെ മേലോട്ട് തിരികെയാണ്. അയാൾ തന്നെയായിരിക്കാം ആളുടെ മകളെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അങ്ങനെ ആളുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ആളുടെ ഫോൺ ലൊക്കേഷൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാറിയിട്ടേ ഇല്ല. അതായത് ആളുടെ വീട്ടിൽ തന്നെയായിരുന്നു ആളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും പോലീസുകാർ ആളുടെ വീട് മുഴുവൻ അരിച്ച് പറക്കിയപ്പോൾ ആളുടെ ഫോൺ അവിടെ ഇരിക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യെസ്, ആളുടെ ഫോൺ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നേരെ സേലത്തോട്ട് പോയിട്ടുണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ ആളുടെ ഭാര്യയായിട്ടുള്ള ഉഷയ്ക്ക് വരെ അത് അറിയില്ലായിരുന്നു. കാരണം പോലീസുകാർ ചെക്ക് ചെയ്ത സമയത്ത് കുറേ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഉഷയുടെ കോൾസ് വന്നിട്ടുണ്ട്, അങ്ങനെ പല കോളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോയേക്കായിരുന്നു. അപ്പോൾ തൻ്റെ മകളെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ ആയിരിക്കാം ആൾ മേ ബി വീട്ടിൽ നിന്ന് ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക. ഇതിന് പാരലായിട്ട് CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോലീസിന് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഒരാളെ അതിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചു. അതായത് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാൾ ഒരു CCTVയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ അവരുടെ ആ ഒരു വീടുണ്ടല്ലോ, അക്ഷയും വർഷയും താമസിച്ചിരുന്നത്, ആ വീട് കഴിഞ്ഞിട്ടുള്ള അടുത്ത CCTVയിൽ ആളെ കാണുന്നില്ല. അതായത് ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വേറെ CCTVയിലൊന്നും ആളെ കാണുന്നില്ല. അപ്പോൾ അയാളായിരിക്കാം മേ ബി ആ ഒരു വീട്ടിൽ വന്നിട്ട് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തിയപ്പോൾ നേരെ തന്നെ അത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അവർ ആദ്യം തന്നെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട്, അതായത് ആ ഒരു CCTV ഫുട്ടേജ് എടുത്തിങ്ങായിട്ട് ഈ ഒരു അക്ഷയനെ കാണിച്ചു കൊടുക്കുകയാണ്. അക്ഷയ് നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് ബ്ലേഡായിരുന്നു. എന്നാലും അവർ സൂക്ഷിച്ച് നോക്കിയിട്ട് അതാരാണെന്നുള്ളത് പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു വർഷിണിയുടെ അച്ഛനായിട്ടുള്ള വരദരാജൻ തന്നെയായിരുന്നു. അപ്പോൾ പോലീസിന് 100% ഉറപ്പായി ഈ വരദരാജൻ തന്നെയാണ് കൾപ്രിറ്റ് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ പോലീസുകാർ ശ്രമിച്ചിട്ട് വരദരാജനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഉഷയെ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അവരങ്ങനെ ഉഷയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയാണ്. ഈ ഒരു വരദരാജൻ തന്നെ തൻ്റെ മകളെ കൊല്ലാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളത് കൂടെ അവർ കൂട്ടിച്ചേർക്കുകയായിരുന്നു. പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു വരദരാജൻ്റെ സ്വന്തം മകളല്ല ഈ ഒരു വർഷിണി. അതായത് ഉഷയുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഈ ഒരു വർഷിണി. അതിനുശേഷമാണ് ഈ ഒരു വരദരാജനെ പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും വിവാഹിതരാകുന്നത്. അതിനുശേഷം സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു വർഷിണിയെ ഇയാൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വേറൊരു കുട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് വർഷിണിയോടുള്ള സ്നേഹം കുറയോ എന്നുള്ളൊരു പേടിയുണ്ട് നമുക്ക് രണ്ടുപേർക്കും വേറൊരു കുട്ടി വേണ്ട എന്നുള്ളൊരു കാര്യം ഉഷയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ആ ഒരൊറ്റ കുട്ടിയായിട്ട് തന്നെ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുകയാണ്. സ്വന്തം അച്ഛൻ ചെയ്തു കൊടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വർഷിണിക്ക് ചെയ്തു കൊടുക്കുകയാണ്. അതായത്
ആ ഒരു പെൺകുട്ടിയെ തൻ്റെ മകളല്ല എന്നുള്ള രീതിയിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം സ്നേഹത്തോടു കൂടിയിട്ടായിരുന്നു ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. അതേപോലെ തന്നെ സിദ്ധ മെഡിസിൻ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആൾ തന്നെയായിരുന്നു ആ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ ഒരു പെൺകുട്ടിക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് ആൾ തന്നെ ആയിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ ഒരു വരദരാജനും അതേപോലെ തന്നെ വർഷണയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തിവേലുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ്. ആൾക്ക് ഓൾറെഡി 40 വയസ്സായി എന്നുള്ളത് മാത്രമായിരുന്നില്ല ഈ ഒരു വരദരാജൻ്റെ മെയിനായിട്ടുള്ള കൺസേൺ. ആളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഓൾറെഡി വേറെ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളുടെ ലൈഫിലോട്ട് നീ എന്തിനാണ് കയറി ചെന്നത് എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിലായിരുന്നു ഇവർ 2 പേരുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വർഷണി ഈ എന്താ പറയുക ശക്തിവേലിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷണി ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഈ ഒരു തായ്ക്കൊണ്ടോ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴാണ് ഈ ഒരു ശക്തിവേലിനെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അവർക്ക് ചെറിയൊരു അട്രാക്ഷൻ തോന്നുകയാണ്. ആൾക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നുന്നില്ല. ആളൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശരീരമൊക്കെ നല്ല ഫിറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോഴും നല്ല ചുള്ളനാണ്, അതേപോലെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുടെ അടുത്തൊരു അട്രാക്ഷൻ തോന്നുകയാണ്. പിന്നെ ആളെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക സുഹൃത്തിൻ്റെ കൂടെയൊക്കെ ഒരു തായ്ക്കൊണ്ടോ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള പെൺകുട്ടി തന്നെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. പിന്നെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു. അതിനുശേഷം ആ ഒരു ബന്ധം വേറൊരു തരത്തിലോട്ട് വഴിമാറുകയായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും കൂടുതൽ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി, കറങ്ങാൻ പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ പലരും ഇവർ 2 പേരും ഒരുമിച്ച് കണ്ടിട്ട് ഈ ഒരു വരദരാജൻ്റെ അടുത്ത് മുഷയുടെ അടുത്തൊക്കെ വന്നിങ്ങേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും അവർ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. എന്നാലും അവരൊക്കെ ഉപേക്ഷിച്ച് തന്നെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു വാക്ക് ഇയാൾ കൊടുത്തതിൻ്റെ പുറത്തായിരുന്നു ആ ഒരു പെൺകുട്ടിയും അയാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നത്. അയാളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആളുടെ വീട്ടിലും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വൈഫിനെയും കുട്ടികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു വർഷയുടെ കൂടെ പോകാൻ തന്നെയായിരുന്നു ആളുടെയും പ്ലാൻ. പിന്നെ ഈ ഒരു തായ്ക്കൊണ്ടോ ക്ലാസ്സിന് ലീവുള്ള എല്ലാ സമയത്തും ആൾ നേരെ സേലത്തോട്ട് പോകാറുണ്ടായിരുന്നു. സേലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയെ കാണാറുണ്ടായിരുന്നു. ഇവർ 2 പേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിലും കറങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്കെ അല്ലേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുള്ളൂ. സേലത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ 2 പേരും അങ്ങനെ പ്രത്യേകിച്ച് ആരും അറിയാനുള്ള സാധ്യതയില്ല. അതവർക്കൊരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ ഇയാൾ നേരെ സേലത്തോട്ട് വരാനും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടായിട്ടുള്ള അക്ഷയ ആ ഒരു വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ കോളേജിൽ എന്തെങ്കിലുമൊക്കെ ലീവുള്ള സമയത്ത് അക്ഷയ നേരെ വീട്ടിലോട്ട് പോകും. എല്ലാ വീക്കെൻഡ്സിലും ആ പെൺകുട്ടി നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ആ ഒരു പെൺകുട്ടിയും പല സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷണിയുടെ അടുത്ത്, നീ എന്താണ് ലീവിനൊക്കെ വീട്ടിൽ ഇവിടെ തന്നെ ഇരിക്കുന്നത്, വീട്ടിൽ ഇപ്പോൾ കൂടെ എന്നുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് വീട്ടുകാരായിട്ട് എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ അക്ഷയയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയോ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലുള്ളൊരു കാര്യമാണെന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായിട്ട് ഈ ഒരു അക്ഷയ്ക്ക് അറിയില്ല എന്നുള്ളൊരു തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ ഉള്ളത്. അങ്ങനെ ആരും ഞങ്ങളെ കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു ഇതിൽ അവർ 2 പേരും ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഈ വർഷണിയുടെ പാരൻസ് കാണുകയാണ്. ആരും ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ വർഷണിയുടെ പാരൻസിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ 2 പേരും കപ്പിൾസിനെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു ഫോട്ടോയിൽ. അപ്പോൾ തന്നെ തങ്ങളുടെ മകൾ വേറൊരു രീതിയിലോട്ട് പോവുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നേരെ തന്നെ മകളെ വിളിച്ച് ചീത്ത പറയാണ്. മെയിനായിട്ടുണ്ടായിരുന്ന അവരുടെ കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് 40 വയസ്സുണ്ട്, അതേപോലെ തന്നെ ആളുടെ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ വേറൊരു സ്ത്രീയുടെ കൂടെയും ലൈഫ് നീ കോഞ്ഞാട്ടാക്കരുത്, നീ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിങ്ങേറ്റ് പഠിച്ച് നല്ലൊരു നിലക്കെത്ത്, അതിനുശേഷം നല്ലൊരു പയ്യനെ നീ വേണം നീ തന്നെ കണ്ടുപിടിച്ചു, അല്ലാതെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം, എന്നിട്ട് നീ വിവാഹം കഴിച്ചിങ്ങേറ്റ് ജീവിക്കുക, അല്ലാതെ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഇത്രയും പ്രായമുള്ള ഒരാളുടെ പിന്നാലെ പോവല്ലേ എന്നുള്ളൊരു രീതിയിൽ പാരൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പാരൻസ് പറയുന്നതൊന്നും കേൾക്കാനായിട്ട് വർഷിണി തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വർഷിണി തീരെ വീട്ടിലോട്ട് ചെല്ലാണ്ടായി. വല്ലപ്പോഴും മാത്രമേ അവർ പിന്നെ വീട്ടിലോട്ട് തന്നെ പോയിരുന്നുള്ളൂ. അപ്പോൾ പാരൻസ് വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൻ്റെതാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത് എന്താ പറയുക ഒഴിവായി പൊക്കോളും. ഇപ്പോൾ ആ പയ്യൻ്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ അവന് 10-40 വയസ്സായി, അതേപോലെ തന്നെ ഓൾറെഡി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ആളെന്തായാലും ഫാമിലിയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോവില്ല എന്നുള്ളൊരു തോട്ടമൊക്കെ ആയിരുന്നു പാരൻസിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമായിരുന്നു പിന്നീട് അവരറിഞ്ഞത്. അതായത് ഇവരുടെ ഒരു റിലേറ്റീവ് വേറൊരു കാര്യം വർഷണിയുടെ പാരൻസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞെന്നും ഒരു അമ്പലത്തിൽ വെച്ചിങ്ങേറ്റ് വർഷണിയെ ഈ ശക്തിവേല് താലി കെട്ടി എന്നുള്ളതായിരുന്നു ആ ഒരു കാര്യം.
അപ്പോൾ അതിൻ്റെ തെളിവെന്നുള്ള രീതിയിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ചില ഫോട്ടോയിൽ താലിമാല അടക്കുന്നതിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാരൻസിന് മനസ്സിലായി ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. ഇതുകൂടെ ആയപ്പോൾ ആകപ്പാടെ വരദരാജൻ ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അവർക്ക് അവരുടെ മകളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ അഭിമാനത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൾ തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തെറ്റ് തിരുത്തിപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ ഈ പാരൻസ് രണ്ടുപേരും കൂടെയും ഒരു ദിവസം ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു റൂമിലോട്ട് ചെല്ലുകയാണ്. അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെയും കൊണ്ടുകയറ്റി തിരിച്ച് തിരുനെൽവേലിയിലോട്ട് വരികയാണ്. അതായത് നീ കുറേ നാളായില്ലേ വീട്ടിലോട്ട് വന്നിട്ട്, വീട്ടിലോട്ട് പോവാ, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ സംസാരിക്കില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നേരെ തിരുനെൽവേലിയിലോട്ട് കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിയതിന് ശേഷവും ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു താലി നീ നേരെ പോയി ഇങ്ങോട്ട് ആളുടെ മുഖത്തോട്ട് വലിച്ചെറിയണം, ഈ ഒരു റിലേഷൻഷിപ്പ് നിനക്ക് വേണ്ട, ഓൾറെഡി ആളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്, ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ പാരൻസ് തറപ്പിച്ച് പറയുകയായിരുന്നു. എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വർഷിണിയെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ എന്താ പറയുക ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനാണെന്നുണ്ടെങ്കിൽ ശക്തിവേലിൻ്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ, നിങ്ങൾ എൻ്റെ ലൈഫിൽ ഇനി കൂടുതലായിട്ട് ഇടപെടണ്ട, ഞാൻ അത്യാവശ്യം പ്രായവും പക്വതയൊക്കെ ഉള്ള ഒരാളാണ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി തിരിച്ച് സേലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ജാനുവരി 5-ാം തീയതിയായി. അന്നായിരുന്നു ഈ ഒരു വരദരാജൻ ഉഷയുടെ അടുത്ത് തനിക്ക് കുറച്ച് ബിസിനസ് ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയത്. അതിനുശേഷം വരദരാജന് ഉഷ എത്ര വിളിച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ആൾ ഫോൺ വീട്ടിൽ വെച്ചിട്ടായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ഫോൺ സൈലൻറ്റിലായിരുന്നത് കാരണം ഉഷ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം നേരെ ആൾ സേലത്തോട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക. അപ്പോൾ ഉഷയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. യെസ്, ആളങ്ങോട്ട് പോയിട്ട് ആളുടെ മകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും, അതായത് ആളുടെ സ്റ്റെപ്പ് ഡോട്ടറെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം ആളുടെ അഭിമാനം, അതേപോലെ തന്നെ ഇത്രയും കാലം താൻ അവൾ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് വളർത്തിയതിന് അവൾ തിരിച്ചിങ്ങനെയാണല്ലോ ചെയ്തത് എന്നുള്ള ഒരു തോട്ട്, ഇതിൻ്റെ ഒക്കെ പുറത്ത് ആൾ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവും. അത് വേറെ ആയിരിക്കില്ല എന്നുള്ളത് പോലീസിന് അതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി CCTV വിഷ്വൽസും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആളെ കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാർ വല്ല വിരിച്ച് അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 3, 2026 സേലം ഡിസ്ട്രിക്ട് കമ്പൈൻഡ് കോർട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഇയാളെ പോലീസുകാർ പിടികൂടുകയായിരുന്നു. ഇയാൾ കോടതിയിൽ പോയിട്ട് കീഴടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുന്നാണ് പോലീസുകാർ ആളെ പിടികൂടുന്നത്. എന്നിട്ട് ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആളീ പറഞ്ഞ പോലെ തന്നെ 5-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തിരുനെൽവേലിയിലോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 6-ാം തീയതി ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും ആൾ നേരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പൊക്കെ വെച്ചു, ആരും അറിയാത്ത രീതിയിൽ നേരെ തന്നെ അവർ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എത്തിയിട്ട് ഡോർ നോക്കിയായിരുന്നു. അപ്പോൾ മകൾ അവിടെ ഉണ്ടായിരുന്നു. മകൾ വന്ന് ഡോറ് തുറന്നു. അച്ഛനെന്താണ് ഈ ഒരു സമയത്തെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് എന്തായാലും കയറിയിരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ ആളുടെ മകളുടെ ആ ഒരു വീട്ടിലോട്ട് കയറി. അതിനുശേഷം അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്. പിന്നെയും ഈ ഒരു കാര്യം ആൾ എടുത്തിടുകയാണ്. അതായത് മോളെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിനക്ക് വേണോ, ആൾ ഒഴിവാക്ക്, അത് ശരിയാവില്ല, ആൾക്ക് ഇത്രയും പ്രായമുണ്ടത് എന്നുള്ളത് മാത്രമല്ല വേറെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളതാണ്, ആൾക്കാരെന്ത് പറയും. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ആൾക്കാരെന്ത് പറയാൻ, ആൾക്കാർക്ക് ഇപ്പോൾ ഇത് നോക്കി നടക്കലല്ലേ കാര്യം, കുറച്ച് ദിവസം അവരെന്തെങ്കിലുമൊക്കെ പറയും, അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പിന്നെ അവരതൊക്കെ മറന്നു വെക്കോളും. അതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ കൂടുതലായിട്ട് കൺസേൺഡ് ആവണ്ട, എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഫൈനലായിട്ടുള്ള തീരുമാനം എന്നുള്ളത് ആ ഒരു പെൺകുട്ടി തീർത്ത് പറയായിരുന്നു. ആ ഒരു സമയത്ത് വരദരാജന് ആകപ്പാടെ ദേഷ്യം വരെയായിരുന്നു. അപ്പോൾ തൻ്റെ കൈ കൊണ്ട് തന്നെ തൻ്റെ മകളെ ഇല്ലാതാക്കാമെന്നുള്ളൊരു ചിന്ത ആൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആൾ തീരുമാനിക്കുകയാണ്. നേരെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ബെഡിലോട്ട് തള്ളിയിട്ട് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മകളുടെ മൃതദേഹം അവിടെ കിടത്തി. പിന്നെ ആൾ നേരെ എന്താ പറയുക ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് അവിടെ നിന്ന് പോവുമായിരുന്നു. അതിനുശേഷം ആൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് എന്തായാലും പോലീസിൻ്റെ അടുത്ത് പിടികൊടുക്കാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം എത്തിയതിന് ശേഷമാണ് ആളെ പോലീസുകാർക്ക് പിടികൂടാനായിട്ട് സാധിച്ചത്. അതും ഈ ഒരു കോടതിയുടെ പരിസരത്ത് നിന്ന്. പിന്നെ വർഷിണിയുടെ ഫോൺ ആളെടുക്കാണ്ടായ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷിണിയുടെയും അതേപോലെ തന്നെ ഈ ഒരു ശക്തിവേലിൻ്റെയും ഒരുപാടധികം പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും അവരുടെ പേഴ്സണൽ ടൈമിൽ എടുത്തിട്ടുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ ഫോണിലുണ്ടായിരുന്നു. അത് മുന്നേ ആൾ പിടിച്ച സമയത്ത് കുറച്ചൊക്കെ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒന്നും വേറെ ആരും കാണണ്ട എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആള് ആ ഒരു ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, വരദരാജൻ എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് എല്ലാം കൊടുത്താണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും മകൾ താൻ പറയുന്നത് കേൾക്കുന്നില്ല. അതേപോലെ തന്നെ തനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പോയി. തൻ്റെ അഭിമാനം മുഴുവൻ അവൾ കാരണം കാറ്റിൽ പറന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ട് ദുരഭിമാനത്തിൻ്റെ പുറത്ത് നടത്തിയ ഒരു കൊല തന്നെയായിരുന്നു ഈ ഒരു വർഷണിയുടെ കൊലപാതകം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.